ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം മുൻ രാജകുടുംബം പങ്കെടുക്കില്ല. ബദൽ സംഗമത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കും. പന്തളത്ത് സംഘപരിവാർ സംഘടന സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും താൻ പോകില്ലെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു. ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നാളെ പമ്പയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന തീരുമാനം മുൻ രാജകുടുംബം അറിയിച്ചത്. ബദൽ സംഗമത്തിൽ നിന്നും വിട്ടുനിൽക്കും. യുവതീ പ്രവേശന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കില്ലെന്ന സർക്കാർ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും മുൻ രാജകുടുംബം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിച്ചാലും പോകില്ലെന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് ക്ഷണയില്ല, ഉണ്ടെങ്കിലും ഞാൻ പോവുകയില്ല. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറ്റാനുള്ള ചർച്ചകൾ ആഗോള സംഗമത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും മന്ത്രി. ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ 3000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ 5000-ൽ പേരെ ആയി കഴിഞ്ഞിരിക്കുന്നു. 3500 പേർക്ക് ഇരിക്കാനുള്ള പന്തൽ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. നാളെ പരിപാടിയുടെ വിവരങ്ങൾ വിശദീകരിക്കാൻ മന്ത്രി പമ്പയിൽ മാധ്യമങ്ങളെ കാണും. 12 മണിക്കാണ് വാർത്താ സമ്മേളനം. ആഗോള സംഗമത്തിനുള്ള പ്രധാന വേദിയുടെ നിർമ്മാണം 80% പൂർത്തിയായി. ഉപവേദികളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുകയാണ്. നാളെ തന്നെ വേദികളുടെ നിർമ്മാണം പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന് കൈമാറും. നാളെ വൈകുന്നേരത്തോടെ പമ്പയിലെ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.